നമസ്കാരം. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രം തിയേറ്ററിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഒത്തിരി ഡീഗ്രേഡ് അടിക്കുന്ന കുറച്ച് കൂതറ മീഡിയാസ്, അതോടൊപ്പം തന്നെ കുറച്ച് വിഭാഗം മാറി നിന്ന് ഒളിഞ്ഞിരുന്ന് ഒരു ചെറിയ ഫോണിലോ അല്ലെന്നുള്ള ഒരു ക്യാമറയിലോ ഇരുന്ന് ആക്രമിക്കുന്ന കുറെ വീഡിയോസും കുറെ ന്യൂസുകളും അടിച്ചിറക്കി സാധാ പ്രേക്ഷകരെ വഴി തിരിച്ചുവിടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രേക്ഷകരൊന്നും പൊട്ടന്മാരല്ല. പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ മഹാനായ ഡയറക്ടർ, മഹാനായ നടൻ തീർച്ചയായിട്ടും ആ ഒരു ബിഗ് സ്ക്രീനിൽ നമ്മൾക്ക് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി അത്രയധികം കഷ്ടപ്പെട്ട് ആ ഒരു ചിത്രം തിയേറ്ററിൽ എത്തിച്ചതിന് ശേഷം ഇത്രയും പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ടും പ്രേക്ഷകർ വീണ്ടും വീണ്ടും ആ ഒരു ചിത്രം കാണുന്നതിന് വേണ്ടി തിയേറ്ററുകളിൽ നിറഞ്ഞ് ആടിക്കൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകരെല്ലാവരും പല തരത്തിലാണ്. എന്നാൽ തിയേറ്ററിനകത്ത് ഒരുമിച്ചിരുന്ന് ഒരുപോലെയാണ് ആ ഒരു ചിത്രം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മീഡിയകൾ ഡീഗ്രേഡ് അടിക്കുന്നവർ പറയുന്നത് വർഗീയത എന്നുള്ള കാര്യം മാത്രമാണ്. മുൻകാലങ്ങളിൽ നടന്നുപോയത് എന്തോ അതിനകത്ത് കുത്തി നിറച്ച് വർഗീയത സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ഈ ഒരു ചിത്രം കണ്ടിറങ്ങിയ ഒരു പ്രേക്ഷകന്റെ നാവിൽ നിന്ന് പോലും വർഗീയത എന്നൊരു വാക്ക് കേട്ടില്ല. ഇത്രയും ദിവസം റിവ്യൂ എടുത്തിട്ട് പോലും വർഗീയതയെക്കുറിച്ച് ഒരു പ്രേക്ഷകൻ പോലും ഈ ഒരു ചിത്രത്തിൽ വർഗീയതയുണ്ട് അങ്ങനെ ഒരു വാക്ക് ഒരു പ്രേക്ഷകൻ പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒളിച്ചിരുന്ന് ആക്രമിക്കുന്ന ചെറിയ വിഷവിത്തുക്കളാണ് ഈ ഒരു ചിത്രത്തിന് മുറിവ് ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കാണുക. OTTക്ക് വേണ്ടി കാത്തിരിക്കരുത് എന്നുള്ളൊരു വാക്കാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നല്ലൊരു ചിത്രമാണ്, തിയേറ്ററിൽ തന്നെ പോയി കാണുക. പൃഥ്വിരാജ് കുമാർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഡയറക്ട് ചെയ്തിരിക്കുന്ന ഒരു അസാധ്യമായ ചിത്രമാണ് എമ്പുരാൻ. സത്യത്തിൽ ഒരു ചിത്രം കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത് ബിഗ് സ്ക്രീനിൽ എത്തുന്നത് വരെയും അതിനപ്പുറത്തേക്കും ഈ പറയുന്ന ഡയറക്ടറുടെയും ക്യാമറാമാന്റെയും അതിന് താഴെത്തട്ട് മുതൽ, അതായത് ചായക്കപ്പ് ചുമക്കുന്ന തൊഴിലാളി മുതൽ ആ തിരിപ്പാണ് ആ ഒരു ചിത്രം ബിഗ് സ്ക്രീനിലെത്താൻ. ആ ഒരു ചിത്രത്തിന്റെ വമ്പൻ വിജയത്തിന് വേണ്ടി ആ ഒരു സെക്കൻഡുകളിലാണ് ഇതേപോലെ ഡീഗ്രേഡ് അടിക്കുന്ന കുറെ കൂതറകൾ ചെറിയൊരു മുറിയിലിരുന്ന് ആക്രമിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ആക്രമിക്കുന്നത്? ആ ഒരു ചിത്രം പ്രേക്ഷകർ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചതല്ലേ. അപ്പൊ ഈ ഒറ്റമുറിയിലിരുന്ന് ആക്രമിക്കുന്ന ഡീഗ്രേഡ് അടിക്കുന്ന മാഫിയാസിന് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ 3 ഭാഗം എമ്പുരാൻ എന്ന് പറയുന്ന ഈ ഒരു ചിത്രം നിന്ന് കട്ട് ചെയ്യുമ്പോൾ പ്രേക്ഷകരുടെ എണ്ണം കുറയുമെന്നൊരു ആത്മവിശ്വാസം. പക്ഷെ അതൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡയറക്ട്ലി നേരിട്ട് കാണാൻ സാധിച്ച തിയേറ്ററുകളിൽ ഇപ്പോഴും തരംഗമാണ്. പ്രേക്ഷകർ ആദ്യം കണ്ടുപോയ പ്രേക്ഷകർ ഭാഗങ്ങൾ കട്ട് ചെയ്തതിനു ശേഷം വീണ്ടും വന്ന് കാണുകയാണ്. അപ്പോൾ ഈ ഒറ്റമുറിയിൽ ഇരുന്ന് ആക്രമിച്ച ഡീഗ്രേഡ് അടിച്ച മാഫിയാസിന് വമ്പൻ തിരിച്ചടി തന്നെയാണ് എന്നുള്ള കാര്യം ഡയറക്ട്ലി കാണാൻ സാധിക്കുന്ന രീതിയിലാണ് തിയേറ്ററുകളിൽ ഇപ്പോഴും നിറഞ്ഞോടുന്നത് ആ ഒരു ചിത്രം എമ്പുരാൻ. തീർച്ചയായിട്ടും